രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് ഏറ്റ മുറിവാണ്. നമ്മളിവിടെ അത്രയും ശക്തമായി മതേതരത്വം, പരമത സ്നേഹം ഇതൊക്കെ ശക്തമായി നിലനിൽക്കുന്നിടത്തും അതിനെ ഉടയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം അങ്ങനെ ഒന്നായിട്ടും ഇതിനെ കാണേണ്ടതുണ്ട്. പക്ഷേ ഭാരതത്തിലെ പൗരന്മാരെല്ലാം സംയമനം പാലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പേരിലുള്ള അസ്വാരസ്യങ്ങൾ ഒന്നും വിതറാതെ നമ്മുടെ സാഹോദര്യം കൂട്ടിയുറപ്പിച്ച് ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് തന്നെ നിലകൊള്ളണമെന്ന് അഭ്യർത്ഥിക്കാൻ മാത്രമേ സാധിക്കൂ. കുറ്റവാളികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും അതിൻ്റെ പിന്നിൽ മറ്റ് ശക്തികൾ രാജ്യമെമ്പാടും പരന്ന് കിടപ്പുണ്ടെങ്കിൽ അതിലേക്ക് തീർച്ചയായിട്ടും നടപടി എന്ന് പറയുന്നത് ശക്തമായി തന്നെ ഇത് ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിൽ ഭരണ സംവിധാനം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മുന്നോട്ട് വരും. ഇതുമായിട്ട് ചേർത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്കൊരു ആത്മവിശ്വാസം വീണ്ടെടുക്കേണ്ട സമയമാണെങ്കിലും ഒരു മൂകതയുണ്ട്, ഒരു മൂകത ജനങ്ങളിലുണ്ട്. ഇലക്ഷൻ്റെ നമുക്ക് ഇനി ഒരു 2 ദിവസം കഴിയട്ടെ. ഇതിൻ്റെ മാത്രമല്ല ഇപ്പോഴും തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഇന്നലെ പെട്ടെന്ന് പ്രഖ്യാപനം വന്നതല്ലേ. അപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയുടെയും സ്ട്രാറ്റജിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം ഗണ്യമായ മാറ്റം സ്ട്രാറ്റജിയിൽ കൊണ്ടുവരേണ്ടതിനെ പറ്റിയായിരിക്കും ഇനി സീരിയസ് ആയ ഡിസ്കഷൻ. അപ്പം ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പൂർണ്ണമായി തിരഞ്ഞെടുത്തതിന് ശേഷം പ്രാദേശികമായി ഒരു വാർഡ് അടിസ്ഥാനത്തിൽ, ഡിവിഷൻ അടിസ്ഥാനത്തിൽ സ്ട്രാറ്റജീസും തന്നെയാണ്. അതിനെപ്പറ്റിയൊക്കെ ഗഹനമായ ചിന്ത നടക്കുന്നതിനിടയ്ക്കാണ് ഈ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം. അത് ഡൽഹിയിൽ സംഭവിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും ദൂരെയാണ് എന്ന് നമുക്ക് കരുതാനൊക്കത്തില്ല. അപ്പം അതിൻ്റെ ആ ഒരു ഗ്ലൂമിൽ നിന്ന് നമ്മൾ പുറത്ത് വരണം. പെട്ടെന്ന് ഈ ഒക്കേഷനിൽ അതിനെക്കുറിച്ച് ചർച്ച പോകാനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല അതിനുള്ള ഒരു റൈപ്പായിട്ടില്ല. ഒന്ന് റൈപ്പായിക്കോട്ടെ ഡിസിഷൻസ്. ഇന്നിപ്പം കാലത്ത് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ കോർ കമ്മിറ്റി മീറ്റിംഗ്, അത് കോർ കമ്മിറ്റിയിലെ തന്നെ ഒരു ക്രക്സ് ഉറപ്പായിട്ടും പങ്കെടുക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുത്തെ ആ കോർ കമ്മിറ്റിയിലെ തീരുമാനങ്ങൾ വന്നതിന് ശേഷം ജില്ലാ അടിസ്ഥാനത്തിൽ 30 ജില്ലകളിലും തയ്യാറാക്കിയിട്ടുള്ള കാൻഡിഡേറ്റിൻ്റെ സ്ട്രക്ചറെല്ലാം വെളിവാക്കിയതിന് ശേഷം കൂടുതൽ നിങ്ങളെ അറിയിക്കാൻ സാധിക്കും. ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ് പോകുന്നതിനെ സംബന്ധിച്ച് തന്നെയാണ് നമുക്കൊന്നും തുറന്നു പറയാൻ പാടില്ലാത്തത്. ആ ഒരു ഡിക്റ്റാറ്റ് കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. നമുക്കറിയുന്നതാണെങ്കിൽ, നമ്മുടെ അറിവിലേക്ക് വന്ന കാര്യമാണെങ്കിൽ പോലും അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഇത് അനിതര സാധാരണമായ വളരെ അൺഫോർച്ചുനേറ്റായിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണ്. ഒപ്പം നിങ്ങൾ ഓർക്കേണ്ടത്, കഴിഞ്ഞ 30 ദിവസത്തിനകം 8 രാജസ്ഥാൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ 8 തവണയാണ് ഇതുപോലെയുള്ള ശ്രമങ്ങൾ നമ്മൾ ബസ്റ്റ് ചെയ്തത്. ഇൻ്റലിജൻസും NSGയും അതുപോലെ തന്നെ NIAയും ഒക്കെ നാഷണൽ സെക്യൂരിറ്റി ഏജൻസീസിൻ്റെ മുഴുവൻ സഹായത്തോടു കൂടി 8 അറ്റംപ്റ്റുകളാണ് എട്ട് തവണയാണ് ബസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 30 ദിവസത്തിനകത്തെ കണക്കായി പറയുന്നത്. ഇന്നലെ 7 മണിക്ക് ഓടി
വന്ന ഒരു വണ്ടിയിലാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മറ്റ് 4 വണ്ടികൾക്കും അപകടം സംഭവിച്ചു. ഇന്ന് രാവിലെ സ്ഥിരീകരിച്ച കണക്കനുസരിച്ച് 9 പേരാണ് മരിച്ചിരിക്കുന്നത്. ബാക്കി നിരവധി പേർ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നു. അവരുടെയൊക്കെ പരിക്കുകളുടെ നേച്ചർ എന്താണെന്നുള്ളത് അസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് അമിത്ഷാജി സ്പോട്ട് വിസിറ്റ് നടത്തിയിട്ടുണ്ട്. ഒരു കോഡൌണിങ് വന്നിട്ടുണ്ടാവും ഇതിനോടകം. FSL ഫോറൻസിക് എക്സ്പേർട്സ് എല്ലാം അവിടെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. NSG ആക്റ്റീവായിട്ട് രംഗത്തുണ്ട്. നമുക്ക് അന്വേഷണത്തിൻ്റെ വഴിയെ ഒരുപക്ഷെ ഫലവത്തായ ഒരു റിപ്പോർട്ട് ലഭിക്കുന്നതിനുള്ള പശ്ചാത്തലം ഒരുങ്ങിയിട്ടുണ്ടെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. ആരായാലും ശരി തന്നെ ശക്തമായി നേരിട്ടിരിക്കും എന്ന് മാത്രമേ തൽക്കാലം പറയാൻ സാധിക്കുന്നുള്ളൂ. ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നിലപാട് ഇന്ത്യ എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിലുള്ള തലസ്ഥാനത്ത് തന്നെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ തന്നെ പല രീതിക്കും നടക്കുന്നുമുണ്ട്. അപ്പൊ അതിനിടയിൽ ഇങ്ങനെ നടക്കുന്നത് ഏത് രീതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതാണ്. കഴിഞ്ഞ 30 ദിവസത്തിനിടയ്ക്ക് 8 അറ്റംപ്റ്റുകൾ നമ്മൾ തകർത്തു എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ അങ്ങനെ ഒരു ലക്ഷ്യം, അതിനു വേണ്ടുന്ന ജാഗരൂകത ഇതെല്ലാം പുട്ട് ഇൻ പ്ലേസാണ്. പക്ഷെ അതിനിടയ്ക്ക് നിർഭാഗ്യകരം എന്ന് മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ. അതുപോലും അതൊന്നും ആംഗിൾസ് ഒന്നും ക്ലോസ് ചെയ്തിട്ടില്ല. നമുക്ക് അന്വേഷണത്തിൻ്റെ ഒരു ശക്തിയെ ബാധിക്കാത്ത തരത്തിൽ നമ്മുടെ ഡിസ്ക്ലോഷേഴ്സ് മുഴുവൻ ഒരു സെൽഫ് റിഫ്രൈൻ ചെയ്യണം. അല്ല, അത് പറയാനൊക്കത്തില്ല. സാധ്യതകളുണ്ടെങ്കിൽ ഈ ജാഗരൂകത കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകിയതിനൊപ്പം തന്നെ ഇതിന് ഒരുപക്ഷെ കവചം നിർമ്മിക്കേണ്ട, കവചം പിടിക്കേണ്ടതായ സംഘങ്ങളെല്ലാം കുറച്ചുകൂടി ശക്തമായിട്ട് രംഗത്തുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഏറ്റവും വലിയ മെഷ് വർക്ക് ഒരുപക്ഷെ ആന്ധ്രയിലും, ആന്ധ്ര എന്ന് പറയുമ്പോൾ തെലങ്കാന, കേരളം, തമിഴ്നാട്, കർണാടകയൊക്കെ ശക്തമായ വല വിരിച്ചിട്ടുണ്ട്.